നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പോകേണ്ടത് യമനിലേക്കാണ്. യമനും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതായത് ഇനി യമൻ അമേരിക്കയും ആക്രമിക്കത്തില്ല. അമേരിക്ക മീൻസ് അമേരിക്കയുടെ കപ്പലുകളെയും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള യാതൊന്നും ഇനി യമൻ, അതായത് ഹൂതികൾ ഇനി ആക്രമിക്കത്തില്ല. അതുപോലെ തന്നെ അമേരിക്കയും ഇനി ഹൂതികളെയും ആക്രമിക്കത്തില്ല. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു, അതായത് റെഡ് സീയിൽ അമേരിക്കയ്ക്ക് അടി പതറുകയാണ്. അതായത് ഹൂതികളുടെ മുമ്പിൽ അമേരിക്കയ്ക്ക് അടി പതറുകയാണ് എന്ന രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ പേരൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്, അമേരിക്ക എവിടെ കിടക്കുന്നു, ഹൂതികൾ എവിടെ കിടക്കുന്നു എന്ന രീതിയിലൊക്കെ കുറച്ചു പേർ അവിടെ കമൻ്റ് ഇട്ടിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ രണ്ട് കൂട്ടരും, അമേരിക്കയും യമനും, ഒരു സമവായത്തിൽ എത്തിയിരിക്കുകയാണ്. എന്നാൽ അമേരിക്ക ഹൂതികളുമായി ഒരു ഡീലിലെത്തുമ്പോൾ അവിടെ വിജയം ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൂതികൾക്ക് തന്നെയാണ്. ഇത്ര വലിയ രാജ്യമായിട്ടുള്ള അമേരിക്കയ്ക്ക് ഹൂതികളെ നശിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. എന്നാൽ ഹൂതികൾക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കാനായിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുമുണ്ട്. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് നിരവധി നാശനഷ്ടങ്ങളാണ് ഹൂതികൾ വരുത്തി വെച്ചിരിക്കുന്നത്. അതായത് F-18 പോലെയുള്ള ഫൈറ്റർ ജെറ്റുകൾ ഹൂതികൾ നശിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ MQ-9 എന്ന് പറയുന്ന ഡ്രോണുകൾ, നിരവധി ഡ്രോണുകളാണ് MQ-9 നശിപ്പിക്കപ്പെട്ടത്. അങ്ങനെയുള്ള ഹൂതികളുമായിട്ട്, അതായത് ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഹൂതികളുമായിട്ടാണ് ഇപ്പോൾ അമേരിക്ക ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ഇസ്രയേലുമായിട്ട് ഇതുവരെ ഡീലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഹൂതികൾ എത്തിച്ചേർന്നിട്ടില്ല. അതായത് ഇനി മുതൽ റെഡ് സീയിലൂടെ പോകുന്ന അമേരിക്കൻ കപ്പലുകളെ ഹൂതികൾ ലക്ഷ്യമിടില്ല എങ്കിൽ പോലും ഇസ്രയേലി കപ്പലുകളെ ഇനിയും തുടർന്നും ലക്ഷ്യമിടും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും വളരെയധികം വിവാദമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഇപ്പോൾ കുറേയധികം പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. അതായത് ഹൂതികൾ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ അമേരിക്ക ഇങ്ങനെ ഒരു ഡീലിലെത്തിയതെന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു വയ്ക്കുന്നത്. അതായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ വായിൽ നിന്ന് വരുന്ന ചില വാചകങ്ങളൊന്നും അമേരിക്കക്കാർ പോലും ഇപ്പം നേരെ ചൊവ്വേ അത്ര കണ്ട് സീരിയസ് ആയിട്ട് എടുക്കാറില്ല. അതുപോലെയുള്ള കാര്യങ്ങളാണ് ചില സമയത്ത് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നത്. അതിനിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇനി അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട്. സ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു യാത്ര തന്നെയായിരിക്കും അത്. അതായത് മെയ് 13 മുതൽ 16 വരെയാണ് ഈ ഒരു യാത്ര, അതായത് മിഡിൽ ഈസ്റ്റിലേക്കുള്ള യാത്ര. അതായത് സൗദി അറേബ്യ, ഖത്തർ, UAE ഇവിടെയെല്ലാം തന്നെ ഡൊണാൾഡ് ട്രംപ് സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് കുറേ നാൾക്ക് മുമ്പ് തന്നെ ഇത് ചാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു യാത്രയാണ്. എന്നാൽ ഇത് അമേരിക്ക ഇസ്രയേൽ ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. അതായത് ഈ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്ന ട്രംപ് ഇസ്രയേൽ സന്ദർശിക്കുന്നില്ല. ഇസ്രയേലിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഒരു സന്ദർശനം നടത്തുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, അതായത് അമേരിക്കയും ഹൂതികളുമായി കരാറിൽ ഏർപ്പെടുമ്പോഴും ഇപ്പോഴും ഇസ്രയേൽ പുറത്തു നിൽക്കുകയാണ്. അതായത് അമേരിക്ക സ്വന്തം താല്പര്യം മാത്രം നോക്കിക്കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് തന്നെ നമുക്ക് ഈ ഒരു യാത്രയിലും കാണാൻ സാധിക്കും. ഇത്രയധികം രാജ്യങ്ങളിൽ സന്ദർശിക്കുമ്പോൾ പോലും ഇസ്രയേലിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇസ്രയേൽ ആകപ്പാടൊരു കൺഫ്യൂഷനിലാണ്. അതായത് അമേരിക്കയുടെ ഈ ഒരു യാത്രയിൽ വ്യാപാരവും അതുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളൊക്കെയാണ് മുഖ്യമായിട്ടും ചർച്ച ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പോലും ഇസ്രയേലും ഗസയും ഇറാനും എല്ലാം തന്നെ ഈ ഒരു ചർച്ചയിൽ വിഷയമായേക്കാം. അതിനിടെ ബന്ധിമോചന ചർച്ചകൾ നിലച്ചതിലും അമേരിക്കയ്ക്ക് വളരെയധികം അമർഷമുണ്ട് എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രയേലിന്റെ തന്നെ പത്രമായിട്ടുള്ള ജെറുസലേം പോസ്റ്റാണ്. ട്രംപിന്റെ സൗദി അറേബ്യ സന്ദർശനത്തിൽ ഇസ്രയേലിന്റെ പങ്കാളിത്തമില്ലാതെ തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ള കരാറുകളിൽ ഏർപ്പെട്ടേക്കാം എന്ന രീതിയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ തന്നെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതായത് ഹൂത്തികളുമായിട്ടുള്ള ഈ ഒരു കരാറ് അതൊരു മുന്നോടി മാത്രമാണ്. ഒരു പക്ഷേ നിരവധി ഇതുപോലെയുള്ള, അതായത് ഇസ്രയേലിനെ മാറ്റി നിർത്തിയുള്ള കരാറുകൾ ഒരുപക്ഷെ നിരവധി ഇനിയും കണ്ടേക്കാം. അതായത് ഒരുപക്ഷെ ഇനിയുള്ള നാളുകളിൽ ഇസ്രയേലും അമേരിക്കയുമായിട്ടുള്ള ബന്ധം
അത്ര സുഗമമായിരിക്കുമെന്ന് പറയാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു വിഷയങ്ങളെല്ലാം നമ്മൾ എടുത്തു നോക്കാൻ നേരത്ത് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുകയില്ല.